You led me right to King Carloman's tomb. ലോററ്റ ഇവളൊരു എഴുത്തുകാരിയാണ്. നല്ല അടിപൊളി റൊമാൻറ്റിക് അഡ്വഞ്ചർ നോവലുകളാണ് ഇവള് സാധാരണ എഴുതാറുള്ളത്. ഇപ്പോഴും ഇവളൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലോസ്റ്റ് സിറ്റി ഓഫ് ഡി എന്നാണ് ആ നോവലിന്റെ പേര്. കമിതാക്കളായ രണ്ടുപേര് നിധി അന്വേഷിച്ചിട്ട് നഷ്ടപ്പെട്ട ഒരു നഗരം തേടി പോകുന്നതാണ് ഈ നോവലിൽ പറയുന്നത്. ആ നോവലിന്റെ ക്ലൈമാക്സ് രംഗങ്ങളാണ് അവൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളുടെ പേര് ഡാഷ് എന്നും ലവ്മോർ എന്നുമാണ്. അവർ രണ്ടുപേരും കൂടെ ആ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നാൽ വേറൊരാളും കൂടെ ആ നിധി എടുക്കാൻ വന്നിട്ടുണ്ട്. അയാളും അയാളുടെ അനുയായികളും കൂടെ ചേർന്നിട്ട് ഇവരെ രണ്ടുപേരെയും പിടിച്ചുകെട്ടി കുറെ പാമ്പുകൾക്കിടയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്കിലും അവർ അതിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാരെ മൊത്തം ഓടിച്ചു. പക്ഷെ അവർക്ക് ആ നിധി കണ്ടെത്താൻ സാധിച്ചില്ല. ഇങ്ങനെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അങ്ങനെ ആ നോവൽ വായിച്ചതിന് ശേഷം അതിന്റെ പബ്ലിഷറായ ബെത്ത് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്കത് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഉടനെ തന്നെ അതിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഈ ലോററ്റ് എപ്പോ നോവൽ എഴുതി കഴിഞ്ഞാലും അതിലെ ഹീറോ ആയിട്ട് വെക്കുന്നത് അലൻ എന്ന് പറയുന്ന ഒരു മോഡലിനെയാണ്. ഈ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഈ അലനെയും അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ അലൻ. മാത്രമല്ല ഒരുപാട് ലേഡീസ് അവന്റെ ഫാൻസുമാണ്. അങ്ങനെ ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ബോഡി നേരിട്ടൊന്ന് കാണണം എന്നാണ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നത്. അവന്റെ ഷർട്ട് അയക്കാൻ വേണ്ടി അവർ ലോററ്റിയോടാണ് പറയുന്നത്. ലോററ്റി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അലൻ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു വിഗ് വെച്ചിട്ടാണ്. ലോററ്റ് അവന്റെ ഷർട്ട് അയക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ കയ്യിലെ വാച്ച് തട്ടിയിട്ട് ആ വിഗ് മൊത്തം ഊരിപ്പോരാണ്. മാത്രമല്ല അവൻ അവിടുത്തെ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ പരിപാടി അങ്ങോട്ട് അലമ്പായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പ്രൊമോഷൻ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലോററ്റ് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് രണ്ടാളുകൾ വന്നിട്ട് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. അവളെ ഒരു കാറിൽ കയറ്റിയിട്ടാണ് അവർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം അലനും കാണുന്നുണ്ട്. ഈ അലനെ സംബന്ധിച്ചിട്ട് അവൻ അവളുടെ അടുത്തൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയവും അവൻ അവളുടെ പുറകിലാണ്. ഇപ്പൊ അവളെ തട്ടിക്കൊണ്ടുപോയത് കണ്ടിട്ട് അവൻ ശരിക്കും ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ലോററ്റിയെ പിടിച്ചോണ്ട് പോയ ആളുകളൊക്കെ അവളെ കൊണ്ടുചെല്ലുന്നത് അബിഗെയിൽ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്കാണ്. വളരെ പണക്കാരനാണ് ഇയാള്. ഇപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിധിവേട്ടയാണ്. അവളെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഴുതിയ നോവലില് അയാൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പണ്ട് കാലത്തെ ചില ലിപികളൊക്കെ നല്ല രീതിയിൽ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ലോററ്റയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവളുടെ ഹസ്ബൻഡും ആർക്കിയോളജി പരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അന്നത്തെ കാലത്ത് അവരൊരു നഷ്ടപ്പെട്ട നഗരം അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നിധിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് കിങ് കലമാൻ എന്നാണ്. അയാളുടെ ഭാര്യയാണ് ക്യൂൻ താഹ. ഇവരുടെ ശവകുടീരത്തിനകത്താണ് ആ നിധി ഇരിക്കുന്നത്. ചുവന്ന വജ്രങ്ങൾ ഘടിപ്പിച്ച ഒരു കിരീടമായിരുന്നു അത്. ക്രൗൺ ഓഫ് ഫയർ എന്നാണ് അതിന്റെ പേര്. എന്നാൽ ഒരുപാട് അലഞ്ഞെങ്കിലും അന്ന് അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അന്ന് അവർ നടത്തിയ ആ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവൾ പബ്ലിഷ് ചെയ്ത ആ നോവൽ എഴുതിയിരിക്കുന്നത്. അവർക്ക് അന്നത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ അബിഗെയിലിന് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതൊരു ചെറിയ തുണിയിൽ എഴുതിയിരിക്കുന്ന ചില സിംബലുകളാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംബലുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ശവകുടീരം എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. എന്നാൽ അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ലോററ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ശരിയായിരിക്കും, പക്ഷെ ഇത് എവിടെ ചെന്ന് അന്വേഷിക്കാനാണ്? ആ നഷ്ടപ്പെട്ടു പോയ നഗരം എവിടെയാണുള്ളത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അറ്റ്ലാന്റിക്കിലെ ഒരു ദ്വീപിലാണ് ഈ നഷ്ടപ്പെട്ട നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വലിയൊരു അഗ്നിപർവ്വതമുണ്ട്. അത് പൊട്ടിയതിനു ശേഷം അതിന്റെ ചാരങ്ങളും മറ്റും ആ ദ്വീപിനെ മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നഗരം മൊത്തം മണ്ണിന്റെ അടിയിലായിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അത് ആർക്കും കണ്ടെത്താൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഞാനും എന്റെ ആളുകളും ചേർന്ന് ആ നഗരം മൊത്തം കുഴിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ആ ശവകുടീരം ഉള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ ലോററ്റി ആണെങ്കിൽ അയാളുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. അയാൾ എത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് തന്നെയാണ് അവള് പറയുന്നത്. എന്നാൽ അബിഗെയിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ഇരിക്കുന്നത്. അയാൾ വേഗം തന്നെ അയാളുടെ ജെറ്റ് വിമാനം അങ്ങോട്ട് വിളിക്കുകയാണ്. അതിനുശേഷം അവളെയും ബോധം കെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവർ അറ്റ്ലാന്റിക്കിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ അലനും കൂട്ടരും ഇപ്പോൾ ഒരു ചർച്ചയിലാണ്. അവളെ തട്ടിക്കൊണ്ടുപോയത് അലൻ കണ്ടതാണല്ലോ. പക്ഷെ എങ്ങോട്ടാണ് അവളെ കൊണ്ടുപോയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവളെ കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അലൻ ഒരു ഐഡിയ തോന്നുന്നത്.
ജാക്ക് ട്രെയിനർ എന്ന പേരിൽ ഒരാളുണ്ട്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിച്ച ചരിത്രമാണ് ഈ ജാക്കിന്റേത്. എത്ര റിസ്ക് ഉള്ള പരിപാടിയാണെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതൊക്കെ ഏറ്റെടുക്കും. അവനെ വിളിച്ച് നമുക്ക് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അലൻ പറയുന്നത്. അങ്ങനെ അലൻ പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് ജാക്കിനെ വിളിക്കുകയാണ്. അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജാക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മൊബൈൽ അവളുടെ കയ്യിലില്ലേ, അത് വെച്ച് നമുക്ക് അവളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷെ മൊബൈൽ അവളുടെ കയ്യിലില്ല, അത് അവരുടെ അടുത്താണുള്ളത്. പക്ഷെ അവളുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് ആ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ജാക്കിന്റെ നിർദ്ദേശപ്രകാരം അവർ ആ വാച്ചിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അറ്റ്ലാന്റിക്കിലേക്കാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ കാര്യങ്ങൾ അവർ ജാക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയം ജാക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കിലേക്കൊക്കെയാണ് കൊണ്ടുപോയതെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്, ഇതിനു വേണ്ടി കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കാശൊക്കെ ക്രിപ്റ്റോ കറൻസി വഴി എനിക്ക് അയച്ചാൽ മതി, നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യണം, പിന്നെ വരുമ്പോ ആ വാച്ചും കൂടെ എടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ജാക്ക് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം തന്നെ ആ അബിഗയിലും കൂട്ടരും അവളെയും കൊണ്ട് ആ ദ്വീപിന്റെ അടുത്തെത്താറായി. അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ഒരു ജീപ്പിലാണ് അവർ അവളെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ നഷ്ടപ്പെട്ട നഗരത്തിലെത്തി. അവിടെ നിറയെ ഈ അബിഗയിലിന്റെ ആൾക്കാരാണ്. അവരിപ്പോഴും അതെല്ലാം കുഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ അഗ്നിപർവ്വതം ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട്, അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാ, എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ആ ക്രൗൺ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവളെ ഒരു റൂമിന്റെ അകത്തേക്ക് ആക്കിയിട്ട് അയാൾ ആ സിമ്പിൾസ് ഒക്കെ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ നോക്കി, പക്ഷെ ഇതിൽ പല ഭാഗങ്ങളും മിസ്സിംഗ് ആണ്, അതെല്ലാം കിട്ടിക്കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും എനിക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതെവിടെ നിന്നെങ്കിലും കണ്ടെടുക്കാൻ പറ്റുമോ നോക്ക് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ മൊത്തം അരിച്ചു പെറുക്കിയതാണ്, ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിനടുത്തായിട്ട് ഒരു ലേഡിയുടെ കുറെ ചിത്രങ്ങളും കാണുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കൊരു ഉപയോഗം ഉണ്ടാവത്തില്ല, വേറെ എവിടുന്നും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് തന്നെ നീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്ക്, അധികം സമയമില്ല, ഞാൻ നാളെ രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അലനിപ്പോ ജാക്കിനെ കാണാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. ദേണ്ട നിൽക്കുന്ന നമ്മുടെ മുതല് ബ്രാഡ് പിറ്റ് അഥവാ ജാക്ക് ട്രെയിനർ. അവരുടെ ആ ലുക്കൊക്കെ കണ്ട് അലനാണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അലൻ ആ വാച്ചും കാര്യങ്ങളൊക്കെ ജാക്കിനെ ഏൽപ്പിക്കുന്നു. ജാക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അലൻ പറയുന്നത് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നാണ്. അതേക്കുമ്പോൾ അത് വളരെ റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്, നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് നീ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. എന്നാൽ എനിക്ക് വന്നേ പറ്റൂ എന്നാലും വാശി പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാവാതെ നോക്കേണ്ടത് നിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, വേഗം പോയി വണ്ടി കയറാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജാക്ക് നടക്കാൻ തുടങ്ങി. അവിടെ ഒരു വലിയ ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ജാക്കിന്റെ ഗെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ആ വണ്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് അലൻ അവന്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് ആ ട്രക്കിന്റെ പുറകിലേക്ക് വെക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ജാക്ക് അവന്റെ യഥാർത്ഥ വണ്ടി കാണിച്ചു കൊടുക്കുന്നത്. നാനോ കാറിനേക്കാളും ചെറുതായിരുന്നു അത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അലൻ അത്ഭുതമായി. എന്റെ പൊന്നുമുട്ട, നീ വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് തീരുമാനം എടുക്കല്ലേ, പെർഫോമൻസിലാണ് കാര്യം, നീ വേഗം വന്ന് വണ്ടി കയറാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജാക്ക് അവനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജാക്ക് അലനെയും കൊണ്ട് ഒരു കാടിന്റെ അകത്തെത്തി. അലനെ അവിടെ നിർത്തിയതിനു ശേഷം ജാക്ക് ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറെ നടന്ന് അവനിപ്പോ അബിഗയിലിന്റെ ആ സെറ്റപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ കുറച്ച് കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. ജാക്ക് ഉടനെ തന്നെ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇടിച്ചിട്ടതിന് ശേഷം അവൻ ലോററ്റയുടെ അടുത്തേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും അലനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ലോററ്റയെ അവൾ ഇരിക്കുന്ന ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ ആ കെട്ടുകളൊക്കെ അയക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള കാവൽക്കാരൊക്കെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അത് കാണുന്ന ജാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളെ അവിടെയുള്ള ഒരു അർബാനയ്ക്കകത്തേക്ക് കയറ്റിയിട്ട് അതും തള്ളിക്കൊണ്ട് മുന്നോട്ട് ഓടാൻ തുടങ്ങി. അവൻ ആ സെറ്റപ്പിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾക്കടിയിലൊക്കെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ആ ബോംബൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതിനിടയിലൂടെ അവർ നൈസായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അവിടെ മൊത്തം ഒരു ബ്ലാസ്റ്റ് നടന്നത് കണ്ട് അബിഗയിലാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് കാട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ അവളെ അവിടെ ഇറക്കിയതിന് ശേഷം അവളുടെ കെട്ടുകളൊക്കെ അഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു വെടിശബ്ദം. ആ വെടിയുണ്ട കൊള്ളുന്നത് ജാക്കിന്റെ തലയ്ക്കാണ്. അതോടൊപ്പം തന്നെ അവന്റെ തല ചിതറി പോകുന്നു. അവന്റെ ബ്രെയിനൊക്കെ നേരെ തെറിക്കുന്നത് അലന്റെ വായ്ക്കകത്തേക്കാണ്. അതൊക്കെ കണ്ടാകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് ആ ഷൂട്ട് ചെയ്ത വ്യക്തി അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ അവരവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അലൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൾ ആ കസേരയോടെ പൊക്കിയെടുത്തിട്ട് ജാക്കിന്റെ വണ്ടിക്കകത്തേക്ക് കയറ്റി വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വളരെ വേഗത്തിലാണ് അവനിപ്പോ വണ്ടി ഓടിക്കുന്നത്. ആ ഡോർ അടയാത്തോണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് തട്ടിയിട്ട് വണ്ടിയുടെ ഡോറ് തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കുറെ പോയി കഴിഞ്ഞ് ഒരു മലയുടെ മുകളിലെത്തുമ്പോൾ അവൻ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിർത്തുകയാണ്.
അവൻ നോക്കുമ്പോൾ അതിനകത്ത് ലോററ്റയെ കാണുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ വണ്ടി നിൽക്കുന്നത് ആ മലയുടെ അറ്റത്താണ്. അപ്പൊ അവള് താഴേക്ക് വീണു എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവള് കുറച്ച് അപ്പുറത്തായിട്ട് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് സമാധാനമായി. അങ്ങനെ അവൻ വേഗം തന്നെ ചെന്നിട്ട് അവളുടെ കെട്ടുകളൊക്കെ കഴിക്കുകയാണ്. അവന്മാർ അവരുടെ പുറകെ തന്നെ ഉണ്ട് എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇനി ഞാൻ വണ്ടി ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ കാറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ അവൾ ആ വണ്ടിക്കകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആ വണ്ടി ആ മലയിൽ നിന്ന് താഴേക്ക് വീണു പോവാണ്. അതെല്ലാം കാണുമ്പോൾ എന്തായാലും പോയത് പോട്ടെ, നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, പെട്ടെന്നൊന്ന് പോലീസിനെ വിളിച്ചേ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ ഫോണും എന്റെ ബാഗും എല്ലാം വണ്ടിക്കകത്താണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ വേഗം ആ മല ഇറങ്ങാൻ തുടങ്ങി. ഇതേ സമയം തന്നെ അബിഗെയിൽ ആണെന്നുണ്ടെങ്കിൽ അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിലേക്കാണ് ചെന്നത്. എന്നാൽ അവൻ നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. മാത്രമല്ല അവൻ കൊടുത്ത ആ സിംബലുകളും മിസ്സിംഗ് ആണ്. അതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കാണ് അവൻ. ഇതേ സമയം തന്നെ ആ പബ്ലിഷറായ ബെത്ത് ഇപ്പൊ പോലീസുകാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അലനും ലോററ്റയും നടന്ന് ആ കാറ് വീണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ പരിശോധിക്കുമ്പോൾ അലന്റെ ഫോൺ മൊത്തം തകർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഇനി ആരെയും വിളിക്കാൻ പറ്റത്തില്ല. അതെല്ലാം കാണുമ്പോൾ ഇനിയിപ്പോ നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വന്നോളും, അതുവരെ നമുക്ക് ഇവിടെ കാത്തിരുന്നേ പറ്റൂ എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല, ഒരു റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്കറിയാം. നീ ഈ മാപ്പ് കണ്ടില്ലേ? ഇവിടുത്തെ കാടിനകത്തുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാൻ പറ്റും. ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ എത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ, മിസ്റ്റർ അലൻ, ഒരു നോവൽ എഴുതുമ്പോൾ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ നിനക്കിതൊക്കെ പറ്റുമോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അവളുടെ ആ ചോദ്യം അവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്നെ അങ്ങോട്ട് അത്രയ്ക്ക് താഴ്ത്തി കേട്ടല്ലേ, നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നല്ല വൃത്തിക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ അബിഗെയിലിന്റെ കൂട്ടത്തിലുള്ള ആളുകൾ അവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരിപ്പോ ആ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവരവിടേക്ക് ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന കയർ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നും അവർ ആ മലയുടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയവും ലോററ്റയും അലനും കൂടെ കാട്ടിന്റെ അകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് അവർ എത്തിച്ചേരുന്നത് ഒരു നദിയുടെ അടുത്താണ്. അത് കണ്ട ഉടനെ തന്നെ അവളാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കാണുമ്പോൾ എന്തിനാണ് ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്, നമുക്ക് അപ്പുറത്തു കൂടെ ചാടിയിട്ട് അതിലെ പോയാൽ പോരെ എന്നാണ് അലൻ ചോദിക്കുന്നത്. ഇല്ല അലൻ, നമുക്ക് ഈ നദിയിലൂടെ മുന്നോട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോയത് എന്നതിനെ കുറിച്ചൊരു ട്രേസ് അവർക്ക് കിട്ടത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം അബിഗെയിലിന്റെ ടീമിലുള്ള ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ റാഫി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനാണ് ഈ ടീമിന്റെ ലീഡർ. അവൻ നോക്കുമ്പോൾ അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ ആ ഗ്ലിറ്റേഴ്സ് ഒക്കെ താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അവർ ആ നദി വഴിയാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലോററ്റയും അലനും കൂടെ ആ നദിയൊക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തെത്തി. ലോററ്റ നോക്കുമ്പോൾ അലന്റെ ശരീരത്തിൽ മുഴുവൻ അട്ടകൾ കയറി പിടിച്ചിരിക്കുകയാണ്. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് അവൾ ആ അട്ടകളൊക്കെ കളയുന്നത്. അങ്ങനെ പിന്നെ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ആ വെള്ളച്ചാട്ടം കാണുന്നത്. നേരത്തെ അബിഗെയിൽ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് തന്നെയായിരുന്നു അത്. അവൾ ഉടനെ തന്നെ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ചിങ്ങിനിടയിൽ അവിടുത്തെ മതിലിലായിട്ട് എന്തൊക്കെയോ കൊത്തി വെച്ചിരിക്കുന്ന അവൾക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അടിച്ചു മാറ്റിയ ആ സാധനവും അവിടുത്തെ ആ കൊത്തുപണികളും ചേർത്ത് വായിക്കാൻ തുടങ്ങി. അത് ചേർത്ത് വായിക്കുമ്പോൾ അവൾക്ക് കറക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സാഹിത്യ ഭാഷയിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ആ നിധി കിടക്കുന്നത് കണ്ണീരിന്റെ കിണറിലാണ് എന്നിങ്ങനെയുള്ള എന്തോ ഒരു കാര്യമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് അലൻ അങ്ങോട്ട് വരുന്നത്. അവൾ ആ സിമ്പിൾസിന്റെ കാര്യമൊന്നും ഇതുവരെയായിട്ട് അവനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ആ സാധനം മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോഴാണ് ആ അബിഗെയിലിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവർക്ക് മുന്നിലായിട്ട് ഒരു വലിയ മലയുണ്ട്. അതുവഴി അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ മലയുടെ മുകളിലേക്ക് എത്തുന്നത്. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. വളരെ സന്തോഷത്തോടെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ. അങ്ങനെ സമയം രാത്രി. ഇന്നത്തെ ദിവസം അവർ ആ മലയുടെ മുകളിൽ കിടന്നുറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അലന്റെ സ്കിന്നിന് ഒരു പ്രശ്നമുണ്ട്. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അവൻ അലർജിയാണ്. അതുകൊണ്ട് തന്നെ ആ അലർജി മാറാൻ വേണ്ടി ഒരു ഓയിൽമെന്റും കൊണ്ടാണ് അവൻ നടക്കുന്നത്. ഈ സമയം അവന്റെ ശരീരത്തിൽ ആ അലർജി വന്നതുകൊണ്ട് അവളാണെങ്കിൽ ആ ഓയിൽമെന്റ് ഒക്കെ അവന്റെ ദേഹത്ത് ഇങ്ങനെ തേച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഒരുമിച്ചാണ് അവിടെ ഒരു തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്നുറങ്ങുന്നത്. ഇതേ സമയം തന്നെ അവരെ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തോണ്ട് ആ അബിഗെയിലിന്റെ ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. ഈ സമയം ആ അബിഗെയിലും അങ്ങോട്ട് വരുന്നുണ്ട്. ലോററ്റയെ കണ്ടുപിടിക്കാത്തോണ്ട് തന്നെ അയാൾ ശരിക്കും ദേഷ്യത്തിലാണ്. നല്ല രീതിയിൽ അയാൾ അവരെ തെറി പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ, നോക്ക് അബിഗെയിൽ, അവളെ കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്ലാനും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ വെറുതെയാണ്. അപകടം പിടിച്ചൊരു സ്ഥലമാണിത്. നമ്മുടെ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ ഉപേക്ഷിക്കാം എന്നൊക്കെയാണ് റാഫി പറയുന്നത്. എന്നാൽ അബിഗെയിൽ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ, എന്നിട്ട് ഈ അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ നിധി എടുത്തേ പറ്റൂ എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ
പബ്ലിഷറായ ബെത്ത് ഉണ്ടല്ലോ, പോലീസുകാർ അവരെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കത്തില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെത്ത് ഇപ്പൊ അവരെ അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ആ ദ്വീപിലേക്ക് പോകാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ എയർപോർട്ടിൽ വന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇന്ന് പൈലറ്റിന് സുഖമില്ല, നാളെയെ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ വേറൊരാൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവർ ഈ സംസാരിക്കുന്നൊക്കെ അയാളും കേട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്തൊരു കാർഗോ പ്ലെയിൻ ഉണ്ട്, ഞാൻ നിങ്ങൾ പറഞ്ഞ ഏരിയയിലൂടെയാണ് പോകുന്നത്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടുപോയി കൊല്ലാനെന്നല്ലല്ലോ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനായിരിക്കും നിങ്ങളുടെ പണി തീർക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അയാളുടെ കൂടെ പോവാണ്. ഇതേ സമയം തന്നെ ആ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അലൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൾ ആ സിമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവൾ ആ കാര്യമൊന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ ആ നിധി ഇരിക്കുന്നുണ്ട്, ആ വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നമുക്കത് കണ്ടെത്തണം, എന്റെ അടുത്ത നോവലിന് എനിക്ക് ഇതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്കെന്താ വട്ടാണോ, ആ അബിഗൈലിന്റെ ആളുകൾ ഇപ്പോഴും നമ്മളെ ഫോളോ ചെയ്യാണ്, ഇനി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേന്നും പറഞ്ഞിട്ട് അവൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നൊരിടത്തെത്തുമ്പോഴാണ് അബിഗൈലിന്റെ രണ്ടാളുകൾ ഒരു ബൈക്ക് ഓടിച്ചു വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ എങ്ങനെയൊക്കെ ഓടിയിട്ടും അവന്മാർ ഇവരെ തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരൊരു സ്ഥലത്ത് പതുങ്ങിയിരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. രണ്ടാൾക്കാരാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരെ വീഴ്ത്താൻ വേണ്ടി ലോററ്റ് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വെച്ചിട്ട് അവരൊരു കെണി സെറ്റ് ചെയ്യാണ്. അങ്ങനെ ആ കെണിയിൽപ്പെട്ട് അവർ രണ്ടുപേരും ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ പണി തീർത്തിട്ട് അലനും അവളും കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നതിന് ശേഷം അവരെത്തിച്ചേരുന്നത് ആ കാട്ടിന് നടുവുള്ള ചെറിയൊരു സിറ്റിയിലാണ്. അവിടെ ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ഉടനെ തന്നെ ബെത്തിനെയാണ് വിളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ കോള് കണക്ട് ആവുന്നില്ല. ഇനിയിപ്പോ ഇന്നത്തെ രാത്രി അവിടെ തന്നെ അങ്ങ് കൂടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ഉടനെ തന്നെ റൂമൊക്കെ എടുത്തിട്ട് അവരുടെ ഡ്രസ്സ് മൊത്തം ചേഞ്ച് ചെയ്യാണ്. ഇന്ന് അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അവരും ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി ആണെങ്കിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ പാട്ടിലെ വരികളൊക്കെ ലോററ്റ് ശ്രദ്ധിക്കുന്നത്. അവള് നേരത്തെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ വായിച്ചെടുത്തല്ലോ. ആ ലേഡി പാടുന്ന പാട്ടിൽ അതിലെ ലൈനുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സമയം ലോററ്റ് ആണെങ്കിൽ ആ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആ ലേഡിയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അവരതിനെക്കുറിച്ച് പറയുന്നതിൽ നിന്നും ആ നിധി അവിടെ തന്നെ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അത് ഈ കാട്ടിന്റെ നടുവിലായിട്ട് ഒരു വലിയ ഹോൾ ഉണ്ട്. ആ ഹോള് വഴി അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നിധി കാണാൻ സാധിക്കും. അങ്ങനെ ആ നിധിയെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ അവൾ ആ കാര്യം അലന്റെ അടുത്ത് പറയാണ്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും ഇൻട്രസ്റ്റ് ആയി. എങ്കിൽ പിന്നെ വേഗം നമുക്ക് അങ്ങോട്ട് പോവാം, ഞാനൊരു വണ്ടി സംഘടിപ്പിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ തിരിച്ച് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തുമ്പോഴാണ് ആ അബിഗൈലും കൂട്ടിനങ്ങോട്ട് വരുന്നത്. ഈ അബിഗൈലിന്റെ ടീമിൽ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഇൻഫോം ചെയ്തതിനെ തുടർന്നിട്ടാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ നിധി ഇരിക്കുന്ന സ്ഥലം അവർക്ക് അറിയാം എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ അവളെയും കിഡ്നാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതും കണ്ടുകൊണ്ടാണ് അലൻ അങ്ങോട്ട് വരുന്നത്. അവനൊരു ബൈക്കും എടുത്തിട്ട് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം ഈ ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ അവനെയും പിടിച്ച് ആ വണ്ടിക്കകത്തേക്ക് കയറ്റാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും ഒരു ബോട്ടിൽ കയറ്റിയിട്ട് അവർ ആ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആ അഗ്നിപർവ്വതം നിൽക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാടിന് നടുവിൽ ഒരു വലിയ ഹോള് കാണുന്നുണ്ട്. അതിന്റെ അടിയിലേക്കാണ് അവർ അവളെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ ആ ബോട്ട് നിർത്തി അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഒരു പാറയ്ക്കിടയിലൂടെയാണ് അവരിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഒരു ഗുഹയ്ക്കുള്ളിലാണ് അവർ എത്തി നിൽക്കുന്നത്. താഴേക്കാണെങ്കിൽ നല്ല ആഴമുണ്ട്. അതിനിടയിൽ അബിഗൈലിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തനാണെങ്കിൽ നേരെ താഴേക്ക് വീണ് പോകുന്നുണ്ട്. ഇവനാണ് നേരത്തെ ജാക്കിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ നടന്നെത്തിച്ചേരുന്നത് ഒരു ചെറിയ തുരങ്കത്തിന് മുമ്പിലാണ്. അബിഗൈലിന്റെ നിർദ്ദേശപ്രകാരം അവൾ ആ തുരങ്കത്തിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ആ തുരങ്കത്തിന്റെ അപ്പുറത്തേക്ക് എത്തുന്നത്. ആ കാഴ്ച അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത് ആ ശവകുടീരമായിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ആ ബോക്സ് കാണുന്നത്. അതായിരുന്നു ആ രാജാവിന്റെയും രാജ്ഞിയുടെയും ശവകുടീരം. ആ കിരീടം വെച്ചിട്ട് തന്നെയാണ് ആ രാജ്ഞി അവിടെ കിടക്കുന്നത്. എന്നാൽ അത് വജ്രമായിരുന്നില്ല. അതിപ്പോ മൊത്തം ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അപ്പൊ ഇവിടുത്തെ നിധി അവിടെ പോയി എന്നാണ് അബിഗൈൽ ചോദിക്കുന്നത്. ഈ സമയം അവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ലോററ്റ് അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ കലമാന് താഹയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അയാളെ സംബന്ധിച്ചിട്ട് സ്വർണവും വജ്രവും കൊണ്ടല്ല ഇഷ്ടം കാണിക്കേണ്ടത്. അതിന് പകരമായിട്ട് അയാൾ കണ്ടെത്തിയത് കടലിൽ ജീവിക്കുന്ന ചുവന്ന കളറിലുള്ള ഒരു കക്കയാണ്. അത് വെച്ചിട്ടാണ് അയാൾ ആ കിരീടം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശവകുടീരത്തിനകത്ത് നിധി എന്ന് പറയുന്നത് ഇവരുടെ സ്നേഹമാണ്. ഇത്രയും കാര്യങ്ങളാണ് അവൾ പറയുന്നത്. അപ്പൊ നിധി എന്തായാലും കിട്ടത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും ആ പെട്ടിക്കകത്തേക്ക് കയറ്റാണ്.
ഈ സമയം ആ റാഫി അബിഗേലിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇവരിതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ചത്തു പോകത്തില്ലേ, അതിന് മാത്രം എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്ക് അവരുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ കടന്ന് മരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അബിഗേൽ അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ റാഫി പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അവരെ രണ്ടുപേരെയും ആ ബോക്സിന്റെ അകത്ത് അടച്ചതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാണ്. റാഫിയാണ് ആദ്യം ആ തുരങ്കത്തിലൂടെ വെളിയിലേക്ക് വരുന്നത്. എന്നാൽ അബിഗേൽ ആ തുരങ്കത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റാഫി അവർ വന്ന ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ നീ എന്താ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ എന്നൊക്കെ അയാൾ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. അതേ അബിഗേൽ, നീ ഒരു വൃത്തിയാട്ടവനാണ്, ഇനി നീ ഇവിടെ തന്നെ കടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ബോട്ട് ഓടിച്ച് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ അവരാണെങ്കിൽ ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവർക്ക് അവിടെ കിടന്നിട്ട് ഒരു കമ്പി കിട്ടുന്നത്. അത് ആ റാഫി മനഃപൂർവ്വം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അതിനകത്ത് ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ അത് വെച്ചിട്ട് അവർ ആ ബോക്സ് തുറന്ന് വേഗം വെളിയിലേക്ക് ഇറങ്ങുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ അഗ്നിപർവ്വതം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും വേഗം തന്നെ അവിടുത്തെ വെള്ളത്തിലേക്ക് ചാടുകയാണ്. അതിനുശേഷം അവർ മുന്നോട്ട് നീന്താൻ തുടങ്ങി. ഈ സമയം അവർക്കൊരു തുരങ്കം കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അതുവഴി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ ബെത്താണെങ്കിൽ ഒരു ബോട്ടും വിളിച്ചങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അവരുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നാൽ അതിനിടയിലാണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത്. അവർ അബിഗേലിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ അബിഗേലാണ് അവരെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം ബെത്തിന് അറിയത്തില്ല. ഈ സമയം നിങ്ങൾ എന്തിനാണ് ഇവനെ രക്ഷപ്പെടുത്തിയത്, ഇവനാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ അവൾ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. അത് കേട്ട ഉടനെ തന്നെ അബിഗേലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മറ്റേ ആളാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോററ്റിയുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവൾ പുതിയൊരു നോവൽ എഴുതി. ക്രൗൺ ഓഫ് ഫയർ എന്നാണ് അവൾ ആ നോവലിന് പേര് കൊടുത്തിരിക്കുന്നത്. അതും മാർക്കറ്റിൽ ഭയങ്കര വിജയമായിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും ലോററ്റിയും അലനും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ട്. അവരുടെ പുതിയ ലൈഫ് അവരിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരിപ്പം ഒരു യോഗ ക്ലാസ്സിലിരിക്കുകയാണ്. അവരുടെ പുറകിലായിട്ട് ആ ജാക്കും ഇരിക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ അവർക്ക് അത്ഭുതമായി. അപ്പൊ നീ മരിച്ചില്ലേ, നിന്റെ തല പൊട്ടിച്ചെറിയിട്ട് ബ്രെയിനൊക്കെ എന്റെ വായിലേക്കാണല്ലോ വന്നത് എന്നൊക്കെ അലൻ ആശ്ചര്യത്തോടെ ചോദിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ നോക്കലൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് 10% ബ്രെയിൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പം മറ്റൊരു 10% വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ് എന്നാണ് ജാക്ക് മറുപടി പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.